السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടു കൂടെയുള്ള അള്ളാഹുവിന്റെ പള്ളിയിലുള്ള ഈ രക്തം അള്ളാഹു നമ്മുടെ വക്കിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വയ്യാക വഗീബത്തൽ ഖുറാഇൽ മുറാഈന വഹുവ അൻ തുഫ്ഹിമൽ മഖ്സൂദ മിൻ ഗൈരി തസ്രീഹ്. ഗീബത്ത് പരദൂഷണം, നമീമത്ത് ഏഷണി, ഇത് രണ്ടും രണ്ടാണ്. ഗീബത്ത് എന്ന് പറയുന്നത് തന്റെ സഹോദരനെ സംബന്ധിച്ച് അവന്റെ അഭാവത്തിൽ അവനിഷ്ടമില്ലാത്തത് പറയുക എന്നതാണ്. അത് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ സംബന്ധിച്ചും പറയരുതെന്നാണ് ഗസാലി ഇമാമിന്റെ ഭാഷ്യം. മുസ്ലിമീങ്ങളല്ലാത്തവരെ പറ്റിയും ഗീബത്ത് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഇവൻ ഒരാളോട് പറഞ്ഞത് അയാളത് മറ്റൊരാളോട് പറയുക. ഞാൻ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി, തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതധികവും കൂടുതൽ നടക്കൽ സ്ത്രീകളുടെ ഇടയിലാണ്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ പറഞ്ഞത് അവളോട് പറയും. ഇപ്പോ ഒരമ്മായിമ്മ ഒരു മരുമകളോട് മറ്റൊരു മരുമകളെ പറ്റി പറഞ്ഞാൽ ഈ മരുമകൾ ആ മരുമകളോട് അമ്മായിമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. രണ്ടാളുടെ ഇടയിൽ, ഈ അമ്മായിമാന്റെ ഈ മരുമകളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി പറയുക. അങ്ങനെ ഇവൻ പറഞ്ഞത് അവിടെ പറയുക, അവർ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, അനൈക്യമുണ്ടാക്കാൻ വേണ്ടി പറയുക. ഇങ്ങനെ പറയുന്നതിന് നമീമത്ത്, ഏഷണി എന്ന് പറയും. രണ്ടും പാടില്ലാത്തതാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, ഈ രണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകളും ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, രണ്ടുപേരും ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അതിൽ ഒരാൾ ശിക്ഷ അനുഭവിക്കാനുള്ള നിമിത്തം, അതിന്റെ കാരണം കാന യംശി ബിൻ നമീമത്തി എന്നാണ് സഹീഹുൽ ബുഖാരിന്റെ ഹദീസ്. കാന യംശി ബിൻ നമീമത്തി, അവൻ ഏഷണിയായിട്ട് നടക്കുകയായിരുന്നു. മഷി എന്ന് പറഞ്ഞാൽ നടക്കുക എന്നാണ്. അപ്പൊ ഏഷണിയുമായി നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുക, അവിടെ പറഞ്ഞു കൊടുക്കുക, ഇവിടെ പറഞ്ഞു കൊടുക്കുക, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഏഷണിയുമായി നടക്കുന്ന കാരണം കൊണ്ടാണ് ഇവനെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്. നല്ല നിസ്കരിക്കുന്ന ആളാവും, നോമ്പ് തോൽക്കുന്ന ആളാവും, ഖുർആൻ ഓതുന്ന ആളാവും. ആ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന അമലുകൾ ഉണ്ടാക്കാൻ വലിയ പാടാണ്. അത് പൊളിഞ്ഞു പോകാൻ ഒരു പണിയില്ല. ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടും, പക്ഷേ അതിന് പ്രതിഫലം ഇത്തരം ദുഷിച്ച സ്വഭാവങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. അത് ധാരാളം ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. അമല് ചെയ്യാനല്ല പണി, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനാണ് പണി. കഷായം കുടിക്കുവാനല്ല പണി, പഥ്യം അനുഷ്ഠിക്കുവാനാണെന്ന് വൈദ്യന്മാര് പറയുന്നത് പോലെ അമലുകൾ അത് ചെയ്ത് അത് സംരക്ഷിച്ചു കൊണ്ടുപോകുവാൻ വലിയ പാടാണ്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗീബത്ത് പറയുക.
വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമീമത്ത് പറയുക. ഇത് രണ്ടിൽ നിന്നും വിട്ടു നിൽക്കാൻ ഭൂരിപക്ഷ ആളുകൾക്കും കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച പ്രത്യേകമായ ആളുകൾക്കല്ലാതെ കഴിയില്ല. അത് കഴിയണമെങ്കിൽ സമയത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനും രേഖപ്പെടുത്തുവാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധം, ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യാൻ എന്നിൽ തന്നെ സംവിധാനമുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങൾ എന്ത് പറയുകയാണെങ്കിലും റഖീബ് അതീദ് അതൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ മറച്ചു വെച്ചതും അല്ലാഹു അറിയും. അങ്ങനെയാ അല്ലാഹു പറഞ്ഞത്. യഅലമു ഖായിനത്തൽ അഅ്യുനി, കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ, വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിൽ മറച്ചു വെച്ച കാര്യങ്ങൾ. ഹൃദയത്തിൽ വരുന്നത് അത് 2-3 രൂപത്തിലുണ്ട്. അത് ഹാജിസ് എന്ന് പറയുന്ന രൂപമുണ്ട്, ഹദീസുൻ നഫ്സി എന്ന് പറയുന്ന രൂപമുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിൽ ഇങ്ങനെ തോന്നലുകൾ, ഹാജിസ്, ഖവാത്തിർ, ഹദീസുൻ നഫ്സ്, മനസ്സിൽ തോന്നലുകൾ, തെറ്റ് ചെയ്യാനോ വേണ്ടാത്തരം ചെയ്യാനൊക്കെ തോന്നും. അതുകൊണ്ട് അള്ളാന്റെ പക്കൽ നിന്ന് ശിക്ഷയില്ല. ഹദീസുൻ നഫ്സ് അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിന് മനസ്സിന്റെ തോന്നലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുത്തിട്ടുണ്ട്. മനസ്സിൽ തോന്നും, അങ്ങനെ ആയാലോ, അങ്ങോട്ട് ജീവിതം അവസാനിപ്പിച്ചാലോ, ഇനി ഞാൻ ഓനായിട്ട് ഇനി ഒരു ബന്ധവുമില്ല, ഇനി ഒരു ബന്ധപ്പെടാതിരുന്നാലോ, കല്യാണം വരുന്നുണ്ട് കല്യാണത്തിന് ഓനെ വിളിക്കാതിരുന്നാലോ, ഒപ്പോട് വരുന്നുണ്ട് ഓരോട് മിണ്ടാതിരുന്നാലോ, ഇങ്ങനൊക്കെ തോന്നലുകൾ വരും. അത് പൈശാചികമാണത് വരും. പക്ഷെ ആ തോന്നൽ അപ്പൊ തന്നെ പോകണം. കുറെ നേരം അത് നീണ്ടു നിൽക്കുന്ന തോന്നലുകൾ ഉണ്ടാവും. ഹദീസുൻ നഫ്സ് അതിനെ സംബന്ധിച്ച് ഫുഖഹാക്കൾ, സൂഫിയാക്കൾ പറഞ്ഞത് അത് കൂടുതൽ നേരം നിൽക്കൂല, അതാണ്ട് പോവും. അത് പറ്റൂലല്ലോ, ഓനിന്റെ അയൽവാസിയല്ലേ, അത് പറയാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും വെറുപ്പുള്ള ഒരു കാര്യം വന്നപ്പോ അത് നമ്മൾ ആ പണിക്കരത്തുനിന്ന് പോയിട്ട് ഓനൊന്ന് ഒതുക്കണം, ആ പണിക്കരത്തൊന്ന് പോവാം എന്ന് മനസ്സിൽ തോന്നും. അത് പറ്റൂലല്ലോ, അത് ചെയ്യാൻ പാടില്ലല്ലോ, അപ്പൊ അത് പോയി, അത് ചെയ്യാൻ പാടില്ലല്ലോ. അതെല്ലാം നീണ്ടു നിൽക്കുകയാണെങ്കിൽ, ചെയ്യുമെന്നുള്ള തീരുമാനം വന്നാൽ ആ അസ്മ് എന്ന് പറയും. ഞാനൊരു കാര്യം ചെയ്യും എന്നുള്ള തീരുമാനമെടുത്തുക, ചെയ്തില്ലെങ്കിലും ബിമാ കസബത്ത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട്, വലാകിൻ യുആഖിദുക്കും ബിമാ കസബത്ത് ഖുലൂബുക്കും, വലാകിൻ യുആഖിദുക്കും ബിമാ കസബത്ത് ഖുലൂബുക്കും എന്നല്ല പറഞ്ഞിട്ടുണ്ട്. വലാകിൻ യുആഖിദുക്കും, നിങ്ങളെ പിടികൂടും, ബിമാ കസബത്ത് ഖുലൂബുക്കും, നിങ്ങൾക്കുള്ള ഹൃദയങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങളെ പിടികൂടും, നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞത് തീരുമാനമെടുത്താലാണ്. ഒരു തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടും, തെറ്റ് ചെയ്യാനുള്ള അസ്മ്, തീരുമാനം എടുത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാലും ശിക്ഷിക്കപ്പെടും, രണ്ടും ശിക്ഷിക്കപ്പെടും. നേരെ മറിച്ച് തോന്നലുകൾക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യും. തോന്നലുകൾ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ പരാതി പറയാറുണ്ട്, അവൻ സിഹർ ചെയ്ത്, ഇവൻ സിഹർ ചെയ്ത്, അവിടെ പോയി ഇവിടെ പോയി, പണിക്കരത്ത് പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജ്യോത്സ്യന്മാരെടുത്ത് നിങ്ങൾ പോകരുത്, കണക്ക് നോക്കുന്ന ആൾക്കാരെടുത്ത് നിങ്ങൾ പോകരുത്. ധാരാളം ആലിമീങ്ങൾ ഈ കണക്ക് നോക്കുന്നതിനെ വല്ലാതെ എതിർത്തിട്ടുണ്ട്. അതൊക്കെ മനുഷ്യന്മാരായ ആളുകളെ അള്ളാഹുവിലുള്ള വിശ്വാസം കുറക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലോ സഹാബത്തിന്റെ കാലഘട്ടത്തിലോ ഇമാമീങ്ങളുടെ കാലഘട്ടത്തിലോ ഇങ്ങനെ ഉള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാരെ ഇടങ്ങറാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും 2 കാര്യങ്ങളെ കൊണ്ടാണ് അത് ഉണ്ടാകുക. ഒന്ന് ശത്രുത കൊണ്ടുണ്ടാകും, മറ്റൊന്ന് അസൂയ കൊണ്ടുണ്ടാകും. അവന്റെ ഉയർച്ച തടയാൻ വേണ്ടി, അവന്റെ ഉയർച്ച സഹിക്കാതെ
അല്ലെങ്കിൽ അവനക്ക് എന്തെങ്കിലും കിട്ടുന്ന ആനുകൂല്യങ്ങൾ സഹിക്കാതെ വരുമ്പോഴും ഇങ്ങനെ തോന്നലുകൾ വരും. നമ്മൾ ആ മൂല്യരടുത്ത് പോയാലോ, അങ്ങനെ അയാളെ കൊണ്ട് അസ്മാ ചെയ്യിപ്പിച്ചാലോ, അയാളെ കൊണ്ട് ആ പണി ചെയ്യിപ്പിച്ചാലോ, മറ്റേ പണിക്കരടുത്ത് പോയിട്ട് അയാൾ ഭസ്മം തരും, ആ ഭസ്മം അവിടെ കൊണ്ടുവച്ചാൽ മതി, ഇവിടെ കൊണ്ടുവച്ചാൽ മതി. അങ്ങനെ തൽക്കാലിൻ്റെ ഓടുന്ന് കിട്ടി, അത് കിട്ടി, മറ്റോടുന്ന് കിട്ടി എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. എന്താണ് അതൊക്കെ? ആരെയാണ് ഈ ചെയ്യുന്നത്? ആരോടാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോഴൊക്കെ പിശാചിന്റെ സ്വാധീനം വരുന്നത് കൊണ്ടാണ്. ഇവിടെ ഗസാലി ഇമാം പറഞ്ഞു, തോന്നലുകൾ വരും, അങ്ങനെ പല രൂപത്തിലുള്ള തോന്നലുകൾ വരും. ആ തോന്നലുകൾ കുറഞ്ഞ നേരം മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ അതിനൊക്കെ ഹദീസുൻ നഫ്സ് എന്ന് പറയും. അതേ കുറച്ചും കൂടി കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഖവാത്തിർ എന്ന് പറയും. അതിൻ്റെയും കൂടി അപ്പുറത്താണെങ്കിൽ ഹാജിസ് എന്നതിനെ സംബന്ധിച്ച് പറയും. എന്നാൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, അസ്മ ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഒരിക്കലും ഒഴിവാവുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിഹർ ചെയ്യുന്നതും സിഹർ പണിക്കാരടുത്ത് പോകുന്നതും ജ്യോത്സ്യന്മാരടുത്ത് പോകുന്നതൊക്കെ വൻ കുറ്റങ്ങളിൽ എണ്ണിയ പണ്ഡിതന്മാരുണ്ട്. കബീറത്ത്, വൻ കുറ്റം ചെയ്ത ആളുകളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. അവരോട് അല്ലാഹുക്ക് വലിയ വെറുപ്പാണ് അത്തരം ആളുകളോട്. പറഞ്ഞു വരുന്നത്, ഗീബത്തൊന്ന് വേറെ, നമീമത്തൊന്ന് വേറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖബറിൽ ശിക്ഷിക്കുന്ന ആളെ പറ്റി പറഞ്ഞത് കാന യംശി ബിൻ നമീമത്തി, ഏഷണിയുമായി നടക്കുന്ന ആളായിരുന്നു. മനുഷ്യന്മാരെ തമ്മിൽ അനൈക്യമുണ്ടാക്കാൻ വേണ്ടി, യോജിപ്പുണ്ടാക്കാൻ വേണ്ടി. ഇനി ഒരാൾ പറഞ്ഞാൽ തന്നെ അത് മറ്റൊരിടത്തോട് പറയരുത്. ഞാനത് പറഞ്ഞാൽ ഓല് തമ്മിൽ തെറ്റും, ഓനോട് വെറുപ്പുണ്ടാവും, അവനോട് വിദ്വേഷമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് പറയരുത്. അത് മറച്ചു വെക്കാനുള്ള കഴിവാണ്. ധാരാളം വിഷയങ്ങൾ നമുക്ക് മറച്ചു വെക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ ഗസാലി ഇമാം പറയുന്നത്, ഗീബത്തിന്റെ കൂട്ടത്തിൽ, പരദൂഷണത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മോശമായത്, ഗസാലി ഇമാം പറയാം, ഗീബത്ത് പറയാൻ പാടില്ല, ഒരാളെ പറ്റിയിട്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്ത പറയാൻ പാടില്ല. പക്ഷെ അതിൽ ഏറ്റവും മോശമായത് ഏതാണെന്നറിയോ? ഞാനൊരു വലിയ ആളാണ് എന്നുള്ളത് മറ്റാളെ അറിയിക്കാൻ വേണ്ടി, ഞാനൊരു നല്ലവനാണ് മറ്റൊരു മോശക്കാരനാണ്, ഞാനൊരു നല്ലവനാണ് മറ്റൊരു മോശക്കാരനാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള മുറായിങ്ങളായ ആൾക്കാർ എന്നാണ് അതിനെപ്പറ്റി കിതാബിൽ പറയാം. മുറായിങ്ങളായ മുറായിങ്ങളായ ആൾക്കാരുണ്ട്. ജനങ്ങളിടയിൽ ഞാൻ നല്ലവനാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഓനെപ്പോലെ വടക്കായ സാധനമില്ല, ഗസാലി ഇമാം പറയാം. ഓന്റെ പറച്ചിൽ കേട്ടാ വിചാരിക്കോ നല്ലവനാണ്, ഓനേക്കാൾ വടക്കായ ആളില്ല. എന്നിട്ട് ഗസാലി ഇമാം പറയുന്നു, വഹുവ അൻ തുഫ്ഹിമൽ മഖ്സൂദ മിൻ ഗൈരി തസ്രീഹ്, നിന്റെ ഉദ്ദേശം അവ്യക്തമായി പറയുക. എന്നിട്ട് ഗസാലി ഇമാം അതിന് ഉദാഹരണം പറഞ്ഞു, അസ്ലഹുല്ലാഹു തആല ഫഖദ് സാഅനി വഗമ്മനി മാ ജറ അലൈഹി. ഓനെ പറ്റി അങ്ങനൊക്കെ പറഞ്ഞു, ഓനത് ചെയ്ത് അള്ളാഹ് ഓനെ നന്നാക്കട്ടെ, അള്ളാഹ് അവനക്ക് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹ് ഓനെ നന്നാക്കട്ടെ, അള്ളാഹ് അവനക്ക് പുറത്തു കൊടുക്കട്ടെ. ഇത് ഭയങ്കര ഗീബത്താണ്. ഓൻ എന്നെപ്പറ്റി പറഞ്ഞ് എനിക്ക് പരാതിയൊന്നുമില്ല, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാനങ്ങനെ എത്ര കേൾക്കണതാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അള്ളാഹ് ഓനെ നന്നാക്കട്ടെ. ഇങ്ങനെ പറയുന്നത് അത് വലിയ ഗീബത്താണ്, അങ്ങനെ പറയരുത്. എന്നിട്ട് ഗസാലി ഇമാം പറയുന്നത്, ഇവിടെ രണ്ട് പടക്കത്തര ഈ വാക്കിലുണ്ട്. അസ്ലഹു അല്ലാഹു ഫഇന്നഹു ഗമ്മനി, എനിക്ക് വിഷമം സൃഷ്ടിക്കണമൊക്കെ ഓൻ ഉണ്ടാക്കി, അള്ളാഹ് അവനെ നന്നാക്കട്ടെ, അള്ളാഹ് അവനക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയണത്. അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയാന് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓൻ എന്നെ വിഷമിപ്പിച്ചു, ഓൻ എന്നെ ബുദ്ധിമുട്ടാക്കി, ഓൻ ഇന്നതൊക്കെ ചെയ്ത്, അതൊക്കെ ശരി, അള്ളാഹ് അവനെ നന്നാക്കട്ടെ എന്ന് പറയുന്നത്. അവിടെ ഗസാലി ഇമാം പറയാണ്ട് രണ്ട് പടക്കത്തരങ്ങൾ ഒന്നുണ്ട്. ഒന്ന്, ഈ ആരോടാണോ പറയുന്നതെങ്കിൽ അവനക്ക് ഈ കാര്യം മനസ്സിലായാൽ, മറ്റോനി തെറ്റൊക്കെ ചെയ്ത് മോശമൊക്കെ ചെയ്ത് എന്നുള്ള ഈ കാര്യം അവനക്ക് മനസ്സിലായാൽ. ഇപ്പൊ ഞാൻ ഒരു സെയ്ദിനെ പറ്റി പറയാണ്, ആ സെയ്ദ് ഓൻ ചെയ്തത് വല്ലാത്ത മോശമായിപ്പോയി, ഓൻ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, ഓൻ അങ്ങനെ അള്ളാഹ് അവനക്ക് പുറത്തു കൊടുക്കട്ടെ
എന്ന് ഞാൻ ഒരു സെയ്ദിനെ പറ്റിയിട്ട് ഒരാളോട് പറയുമ്പോൾ ആ ആൾക്ക് ഈ സെയ്ദ് ചെയ്തത് മോശമാണെന്ന് തോന്നി. ആ സെയ്ദ് ചെയ്തത് ഉസ്താദിനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, ഓനാ ചെയ്ത് മോശമായിപ്പോയി എന്ന് തോന്നിയാൽ ഓനെപ്പറ്റി ഗീബത്ത് പറയാനായില്ലേ? ഒന്ന് ഓനെപ്പറ്റി ഗീബത്ത് പറയാനായി. രണ്ടാമത്തെ ഓനെ സ്വന്തം നഫ്സിനെ ഞാൻ നല്ലൊരാളാണ്, ഇങ്ങനൊക്കെ ചെയ്താലും ഞാൻ പുറത്തു കൊടുക്കുന്ന ആളാണ്, ഇങ്ങനൊക്കെ ചെയ്താൽ ഞാൻ പുറത്തു കൊടുക്കുന്ന ആളാണ്, എന്നിട്ടും ഓൻ കണ്ടില്ല മറ്റവർക്ക് വേണ്ടി ദ്വാരക്കാണല്ലോ, ഇങ്ങനൊക്കെ ഓനെ പറ്റി ചെയ്തിട്ടും അയാൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ള ദ്വാരക്കാണല്ലോ എന്ന നിലക്ക് ഇവൻ സ്വന്തം വലുതാവാണ്. അവന്റെ സ്വന്തം ശരീരത്തിനെ പറ്റിയിട്ട് തെസ്കിയത്ത് നഫ്സ് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, എത്രയാണ് ഇത് സംഭവിക്കുന്നത്, എത്രയാണ് സംഭവിക്കുന്നത്. സാധാരണ ദൈവത്തിനേക്കാൾ ഡബിൾ സ്ട്രോങ് ആണ് ഇത് എന്നാണ് സലിമ പറയുന്നത്. സാധാരണ ദൈവത്തിനേക്കാളും ഡബിൾ ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് ബർക്കത്തില്ലാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇബാദത്തിന് കഴിയാതിരിക്കുന്നത്? നമുക്ക് കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഖുർആൻ ഓതാൻ കഴിയാത്തത്, ദിക്ർ ചെല്ലാൻ കഴിയാത്തത്? ഇതൊക്കെ നമ്മൾ അറിയാതെ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നുവിടുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാതെ മനസ്സിലാവാതെ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നുവിടുന്നത് കൊണ്ടിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും അതേപോലെ തന്നെ റാഹത്തും ഇബാദത്തിന് ഒരു രസവും കിട്ടാതെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചുകൊണ്ട് കരയാത്ത ദിവസങ്ങളില്ല എന്നാ പറയുന്നത്. നിസ്കരിച്ചുകൊണ്ട് അള്ളാഹിനോട് ദ്വാരന്നിട്ട് കരയാത്ത ദിവസങ്ങളില്ല. മിക്ക ദിവസവും റസൂലുള്ളാഹി കരയും, ആരും കാണാതെ. അതിനൊക്കെ ഉപയോഗിക്കുന്ന സമയം രാത്രിയാണ്. രാത്രി സമയങ്ങളിൽ തഹജ്ജുദിന്റെ നേരത്ത് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയാത്ത ദിവസങ്ങളില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അങ്ങനെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിട്ട് അള്ളാഹിനെ ഓർത്ത് പേടിച്ചിട്ട് കരഞ്ഞിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിമുക്കൂടെ വെള്ളം വന്നിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണ്. വലിയ നീണ്ട താടിയാണ്. ആ താടിമുക്കൂടെ എന്ത് ചെയ്തിരുന്നു? വെള്ളം വന്നിരുന്നു. സഹാബത്തൊക്കെ അങ്ങനെയാണ്. അവർക്കൊക്കെ നല്ല മനോഹരമായ താടിയുണ്ടാവും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് അത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആ കരഞ്ഞിട്ട് ഇങ്ങനെ വരും. എങ്ങനെ കഴിയുന്നു അത്? എങ്ങനെയാണത് കഴിയുന്നത്? ആ കഴിയുന്നത് കൽബ് സ്ഫുടമാകുമ്പോൾ, കൽബ് മനോഹരമാകുമ്പോൾ, ഇത്തരം ചീത്ത കാര്യങ്ങളെ തൊട്ട് കൽബ് മനോഹരമാകുമ്പോൾ. ഗസാലി ഇമാം പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലാണ് അള്ളാഹു എന്നൊരിക്കൽ പറഞ്ഞു. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാ പറഞ്ഞത്. മുഅ്മിനീങ്ങൾക്കുള്ള ഹൃദയത്തിലാണ് അള്ളാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്നല്ലാഹ്, അല്ലാഹ് എവിടെയാ? അപ്പൊ അതിന് മറുപടി പറഞ്ഞത് ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള ഹൃദയത്തിലാണ്. മുഅ്മിനീങ്ങൾക്കുള്ള ഹൃദയത്തിലാന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അള്ളാഹ് വന്ന് ഇരിക്കൊന്നുമില്ലല്ലോ, അത് ഏതായാലും നടക്കൂലല്ലോ. പിന്നെ ഓരോ മുഅ്മിന്റെ ഹൃദയത്തിലാണെങ്കിൽ അന്ന് ഇരിക്കുകയാണെങ്കിലും എത്ര അള്ളാഹ് വേണ്ടി വരും? അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ എല്ലാവിധ സാന്നിധ്യവും നോട്ടവും ഒക്കെ കൽബിലേക്കാണ്. ആ കൽബ് ഇത്തരം വടക്ക് കാര്യങ്ങൾ തൊട്ട് വൃത്തിയാവാത്തത് കൊണ്ടിട്ടാണ് ഇബാദത്തിൽ ഒരു രസവും കിട്ടാത്തത്. ഒരു രസവും ഇബാദത്തിൽ കിട്ടുന്നില്ല. എന്ത് നിലക്കും ഒരു ആത്മനിർവൃത്തി കിട്ടുന്നില്ല. ഒരു ആത്മനിർവൃത്തി. ഒരു വെള്ളം കുടിച്ചാല് ദാഹം തീരുന്നത് പോലെ, വെള്ളം കുടിച്ചാൽ ദാഹം തീരുന്നാൽ ഒരു ആശ്വാസമായി, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് തീർന്നാൽ ഒരു ആശ്വാസമായി. ഇതുപോലെ ഇബാദത്തും അമലുകളൊക്കെ ചെയ്തിട്ട് നിർവൃത്തി, ഒരു റാഹത്ത്, ഒരു മനസ്സിന് ഒരു കുളിർമ അത് കിട്ടാത്തത് ഇത്തരം വടക്കുകൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരികയാണ്. അറിയാതെ ഇങ്ങനെ കടന്നു വരികയാണ്. അല്ലാതെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, തീരുമാനമെടുത്തുകൂടാ. ഓരോ തോന്നലുകളും ചിന്തയൊക്കെ വന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അത് മനുഷ്യന്റെ മനസ്സിൽ വരും. തീരുമാനമെടുത്തുകൂടാ. ഒരു നിലക്കും മറ്റൊരാളെ അടങ്ങറാക്കിക്കൂടാ. എന്നെ കൊണ്ട്, എന്റെ വാക്കുകൊണ്ട് വരെ. ഷാഫി ഇമാം പറഞ്ഞത്, ഒരാളെ പക്കൽ നിന്നൊരു ന്യൂനത കണ്ടാൽ ആ ന്യൂനത എങ്ങനെയാ പറയേണ്ടത്? ഓനോടത് പറയണല്ലോ. അത് എങ്ങനെയത് പറയാം? ഈ ന്യൂനത എങ്ങനെ പറയും? പറയാൻ ഒരു വകുപ്പ് വേണ്ട. പറയാൻ എങ്ങനെയത് പറയാം? ആൾക്കാരെ ഇടയിട്ട് പറഞ്ഞാൽ ഓനെ വഷളാക്കണേ. ആൾക്കാരെ ഇട്ട് പറയാൻ പറ്റും. ന്യൂനത ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ആൾക്കാരുടെ ഇടയിട്ട് പറഞ്ഞാൽ അതിന് വഷളാക്കണേ.
മറ്റൊരാളോട് പറഞ്ഞാലോ, ആ ഉസ്താദ് ഓതിയപ്പോ ഫാത്തിഹയിൽ ഒരു തെറ്റുണ്ട്, അത് വേറെ ആളോട് പറഞ്ഞാൽ ഗീബത്തായി. മറ്റാൾ ഓതിയ അവസരത്തിൽ ആ മഖ്റജ് ശരിയായില്ല, അങ്ങനല്ല അത് പറയേണ്ടത്. അത് ഇങ്ങനൊരു തകരാറ് അവിടെ വന്നിട്ടുണ്ട്. ആ ഉസ്താദ് മദ്രസയിൽ കുട്ടികളോട് പെരുമാറിയ പെരുമാറ്റത്തിൽ തകരാറ് വന്നിട്ടുണ്ട്, അത് വേറെ ആളോട് പറഞ്ഞ ഗീബത്തായി. ഓനോട് നേരിട്ട് പറഞ്ഞാലോ അത് ഓനെ ബുദ്ധിമുട്ടിക്കലായി, പറയാതിരുന്നാലോ വഞ്ചിക്കലായി. ഷാഫി ഇമാം പറയാണ്, പറയാതിരുന്നാൽ വഞ്ചിക്കലായി. അവരോട് പറയല്ലോ, അപ്പൊ പിന്നെ എന്താ വേണ്ടത്, എങ്ങനെ പറയേണ്ടത്? അവിടെയാണ് ഷാഫി ഇമാം പറഞ്ഞത് ഫി അസ്നാഇൽ കലാം, ഫി അസ്നാഇൽ കലാം, സംസാരിക്കുന്നതിന്റെ ഇടയിൽ. ഞാൻ പള്ളിക്ക പോയപ്പോ ആ പള്ളിക്കല് ഏതോ ഒരാൾ അങ്ങനെ പറയുന്നുണ്ട്, വിരോധമില്ല. നമ്മള് ഈ ആരെ പറ്റിയാണോ പറയുന്നതെങ്കിൽ പറയപ്പെടുന്ന വ്യക്തിക്ക് ഈ ആളെ മനസ്സിലാകുന്ന രൂപത്തിലാവരുതെന്നേ ഉള്ളൂ. ആളെ മനസ്സിലാകുന്ന രൂപത്തിലാ ഏതോ ഒരാൾ, ഏതോ ഒരു പള്ളി അവിടെ ഇങ്ങനെയൊക്കെ ഓതുന്നത്. അപ്പൊ ഈ ചങ്ങായി എന്നേക്കാരത്, അപ്പൊ അയാൾക്കിത് ഇന്നെ പറ്റിയാണ് പറയുന്നത് അയാൾക്കറിയില്ല. പക്ഷെ അയാൾക്ക് മനസ്സിലാകുന്നു, അയാൾക്ക് മനസ്സിലാകുന്നു, അയാൾ അത് തിരുത്തുന്നു. ന്യൂനത മനസ്സിലായാൽ തിരുത്തുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ പറയാം, കാടടച്ച് വെടിയേക്കാന്ന് പറഞ്ഞ മാതിരി ഒന്നിച്ചിങ്ങനെ പറയാം, ഒരേ വിഷയങ്ങൾ ഇങ്ങനെ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞപ്പോ പറഞ്ഞു, മഹാബാലു അഖ്വാമി ഇർഫഊന അബ്സാറഹും ഇലസ്സമായി. കുറെ മനുഷ്യന്മാർ നിസ്കരിക്കുമ്പോൾ അങ്ങനെ മേപ്പെട്ട് പോക്കുകയാണ്. സഹാബത്ത് അങ്ങനെ നിസ്കാരത്തിന്റെ തുടക്കത്തിലൊക്കെ അങ്ങനെ കുട്ടികൾ നിസ്കരിക്കാൻ വന്ന മാതിരി, കുട്ടികൾ നിസ്കാരം തുടങ്ങുന്ന അവസരത്തിൽ അങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കല്ലോ. ആ തുടങ്ങുന്ന അവസരത്തിൽ ഇതേമാതിരി സഹാബത്ത് ആദ്യകാലത്തൊക്കെ നിസ്കരിക്കാൻ നിന്നാലും ഇങ്ങനെ മേപ്പെട്ടൊക്കെ നോക്കും. ഇതാര് കാണും? സല്ലല്ലാഹു തങ്ങൾ കാണും. മുന്നിൽക്ക് കാണുന്നത് പോലെ റസൂലുള്ളാഹിക്ക് പിന്നിൽക്കും കാണാം, മുന്നിൽക്ക് കാണുന്നത് പോലെ പിന്നിൽക്കും കാണാൻ പറ്റും. അപ്പൊ ആരാണ് ആ ഉയർത്തിയത് നോക്കാൻ നിശ്ചണ്ട്. പക്ഷെ അങ്ങനൊന്നും പറഞ്ഞില്ല. കുറെ മനുഷ്യന്മാർ അങ്ങനെ പറഞ്ഞു, കുറെ മനുഷ്യന്മാർ ഓലിങ്ങനെ വേപ്പെട്ട് നോക്കുക നിസ്കരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നേ പറഞ്ഞുള്ളൂ. ആരും പേരെടുത്ത് പറഞ്ഞില്ല, ഇന്നാളൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പറയാം. അപ്പൊ ഷാഫി ഇമാം അക്കാര്യം വ്യക്തമായി പറഞ്ഞു, ന്യൂനത കണ്ടാൽ അയാളോട് നേരിട്ട് പറഞ്ഞാൽ ഫഖദ് ഔഹശ്തഹു എന്നാ പറഞ്ഞു, അവനെ വിഷമിപ്പിച്ചു. വേറെ ആളോട് പറഞ്ഞാൽ ഫഖദ് ഇഗ്തബ്തഹു, അവനെ പറ്റി ഗീബത്ത് പറഞ്ഞു. പറയാതിരുന്നാലോ അഖൽതഹു, നീ അവനെ വഞ്ചിച്ചു. പിന്നെ എന്താ പറയാ, എങ്ങനെ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഫി അസ്നാഇൽ കലാം, സംസാരത്തിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ പറയണം. ഇത്രമാത്രം വിഷമിപ്പിക്കാൻ പാടില്ല. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ആദരിച്ച ആണ് മനുഷ്യന്മാരൊക്കെ. അത് നമ്മളെ മോനായിരുന്നാലും ശരി, നമ്മളെ ഭാര്യയായിരുന്നാലും ശരി, നമ്മളെ സഹോദരനായിരുന്നാലും ശരി, നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു പണിക്കാരനായിരുന്നാലും ശരി, നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന പണിക്കാരനായിരുന്നാലും അള്ളാഹ് പഠിച്ച ഒരു മനുഷ്യനല്ലേ, ഒരു മുസ്ലിമായ മനുഷ്യനല്ലേ. നമ്മൾ കീഴുദ്യോഗസ്ഥനാണ്, നമ്മളാണ് എന്ന് വിചാരിച്ചിട്ട് ഓനെ നശിപ്പിക്കുന്നത് പറയാൻ പറ്റും? ഒരുപാട് ഓഫീസിൽ നല്ല കടകളിൽ വരെ കണ്ടിട്ടുണ്ട്. ശമ്പളം പറ്റുന്ന ആൾക്കാരെ അടിമകളെ പോലെ പെരുമാറുക, പണിക്ക് വന്ന ആൾക്കാരെ അടിമകളെ പോലെ പെരുമാറുക. ഇതൊന്നും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതല്ല. അവിടുത്തെ സ്വഭാവത്തിൽ അത് ഉണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അനസ് റളിയല്ലാഹു തആല അൻഹു മദീനത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ അനസ് റളിയല്ലാഹു അൻഹു 10 വയസ്സാണ്. അനസ് എന്നവര് പറയുന്നുണ്ട്, എന്റെ ഉമ്മ മുസ്ലിം റളിയല്ലാഹു അൻഹ എന്റെ കൈ പിടിച്ചിട്ട് മുത്തനബിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഈ കുട്ടിക്ക് വാപ്പല്ലാത്ത കുട്ടിയാണ്, അതുകൊണ്ട് തങ്ങൾക്ക് ഖിദ്മത്തിനായിട്ട് ഇങ്ങനെ നിന്നോട്ടെ, തങ്ങൾക്ക് ഖിദ്മത്തിനായിട്ട് വേണ്ട ഖിദ്മത്തൊക്കെ തങ്ങൾക്ക് ചെയ്തു തരും. ഖിദ്മത്ത് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഖിദ്മത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രതിഫലമുള്ള കാര്യം. അതൊക്കെ സന്ദർഭത്തിനൊത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വിഷയമാണ്, എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങനെ നല്ല കുറെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അബ്ദുള്ള ഹാജി കൂടി കൊണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് ചെന്നു. അങ്ങനെ കൊണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വണ്ടി എനിക്കൊരുപാട് ഉപകാരപ്പെട്ടതാണ്.
അന്ന് യാത്ര ചെയ്യാനൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് അദ്ദേഹം വലിയ സൗകര്യമാണ് അന്നൊക്കെ ചെയ്തത്. അങ്ങനെ ചെന്നപ്പോ ഉസ്താദ് കണ്ട ഉടനെ അബ്ദുല്ലാജിനെ കണ്ട ഉടനെ പറഞ്ഞു, 500 അന്ന് അബ്ദുല്ലാജി അല്ലേ നിങ്ങൾ ചോദിച്ചു. 500 അന്ന് അബ്ദുല്ലാജി അല്ലേ ചോദിച്ചു. അതിനർത്ഥം കുണ്ടൂർ ഉസ്താദ് വല്ലാതെ വിഷമിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉസ്താദിന് 500 രൂപ കിട്ടണം. ആ സമയത്ത് അബ്ദുല്ലാജി എന്നിട്ട് 500 രൂപ കൊടുത്തു. അന്ന് 500 വലിയ സംഖ്യ, ഭയങ്കര സംഖ്യയാണ്. ഞാൻ കരുന്തിരുത്തിയിൽ മുദരിസായി ചാർജ് എടുക്കുന്ന അവസരത്തിൽ എനിക്ക് 700 രൂപയാണ് ശമ്പളം. 700 രൂപ ശമ്പളത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന് ആദ്യത്തെ ശമ്പളം 60 രൂപയാണ്. സുലൈമാൻ ഉസ്താദിന് ആദ്യത്തെ ശമ്പളം. എന്റെ വാപ്പാക്ക് ആദ്യത്തെ ശമ്പളം 20 റുപ്യാണ്. ഈ കൊണ്ടോട്ടിക്കടുത്ത പരതക്കാടാണ് വാപ്പ ആദ്യമായിട്ട് മുദരിസായത്. അവിടെ 20 റുപ്യാണ് ശമ്പളം. പിന്നെ അവിടെ നിന്ന് വാപ്പ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ ശമ്പളം 75 രൂപയാണ്. വാപ്പ അവസാനമായി ദർസ് എടുത്തത് പൊന്നാനിയിലാണ്. ആ പൊന്നാനിയിൽ നിന്ന് വാപ്പാക്ക് അവസാനം കിട്ടിയ ശമ്പളം 500 രൂപയാണ്. അതൊക്കെ വലിയ ബർക്കത്തുള്ള പൈസയായിരുന്നു. അതൊക്കെ ഭയങ്കര ബർക്കത്തുള്ള പൈസയായിരുന്നു. അപ്പൊ ഓരോ ഘട്ടങ്ങൾ, ഓരോ സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു കഴിവ്, പ്രാപ്തി, അതൊക്കെ വേറെ ഒന്നാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു കാരണവശാലും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ വാക്കുകളെ കൊണ്ടോ നമുക്ക് നമ്മളൊരാളെ ബുദ്ധിമുട്ടിച്ചുകൂടാ. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വക്കിൽ നിന്നിട്ട് ഉണ്ടായിക്കൂടാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, വലാ തുഹ്ദി അഹദ, വലാ തുഹ്ദി അഹദ. ആരെയും ബുദ്ധിമുട്ടിക്കരുതട്ടോ, ആരെയും ബുദ്ധിമുട്ടിക്കരുതട്ടോ. അത് എൻ്റെ മോനായിരിക്കാം, അയൽവാസിയായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭാര്യയുടെ മാതാവായിരിക്കാം, കടയിൽ ജോലി ചെയ്യുന്നവനായിരിക്കാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വീട്ടിൽ ജോലിക്ക് വന്ന ആൾക്കാരായിരിക്കാം. അനസ് റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയല്ലേ, 10 വയസ്സല്ലേ. 10 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. എന്നിട്ട് അനസ് എന്നവർ പറയാണ്, ഞാൻ ചെറുതാണ്, ഇപ്പമില്ലാത്ത ആളാണ്, പക്ഷെ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അനസേ നീ എന്തുകൊണ്ട് അത് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നോ ദേഷ്യപ്പെടുകയോ ഒന്നും എന്നോട് ചെയ്തിട്ടില്ല. അതൊക്കെ റസൂലുള്ളാഹി സഹിക്കും. ചിലപ്പോൾ ചായ കിട്ടേണ്ടടുത്ത് ചായ കിട്ടിയിട്ടുണ്ടാവില്ല, വെള്ളം കിട്ടേണ്ടടുത്ത് കിട്ടിയിട്ടുണ്ടാവില്ല, ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ സഹിക്കും. ഈ ഒരു സ്വഭാവം നമുക്ക് അത് കഴിയില്ല. അള്ളാന്റെ റസൂല്, അള്ളാഹ് അങ്ങനെയാണ് പടച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ ഉള്ളത്. പക്ഷേ നമ്മളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേശ്ശെയൊക്കെ, പ്രത്യേകിച്ച് പ്രായം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റി എടുക്കാൻ കഴിയും. കുറേശ്ശെ കിട്ടുന്ന അറിവനുസരിച്ച്, കിട്ടുന്ന ഇൽമനുസരിച്ച്. ഉസ്താദുമാരെ അടുക്കുന്നൊക്കെ ഇപ്പോൾ ഓരോ ഇൽമുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് കുറച്ചും കൂടി നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. കുറച്ചും കൂടി നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തന്നെ നന്നാകാമായിരുന്നല്ലോ എന്നിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോ ഇൽമു കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇത് വല്ലാത്തൊരു ഗീബത്താണ് എന്ന് ഗസാലി ഇമാം പറഞ്ഞിട്ട്, ഗീബത്തുൽ മുറാഇ, ഗീബത്തുൽ ഖുറാഇൽ മുറാഇൻ എന്ന് പറഞ്ഞാല്, ഇത് ഓനാ ചെയ്തത്, ഓൻ എന്നെ അങ്ങനൊക്കെ ചെയ്തല്ലോ, ഓൻ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ, എന്തായിരുന്നു ഞാനും ഓനും കൂടിയൊക്കെ ഉണ്ടായിരുന്ന ജീവിതം, എന്തായിരുന്നു, ഞാൻ എന്തൊക്കെ ഓനക്ക് ചെയ്തു കൊടുത്തിക്കണം, ഓൻ എങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ഓനെ ഒരു ഭാഗത്തൊക്കെ ആക്കിയത് ഞാനാണ്, പോട്ടെ സാരമില്ല, അത് സാരമില്ല, അള്ളാഹു നന്നാക്കട്ടെ, ഭയങ്കര തെറ്റാണ്, പോട്ടെ സാരമില്ല. ഇങ്ങനെ ഓനെ കുറ്റപ്പെടുത്തി ഇവനെ നന്നാക്കുക, ഓനെ കുറ്റപ്പെടുത്തിയിട്ട് ഇവനെ നന്നാക്കുക. അങ്ങനെ ചെയ്യുന്നത് ഡബിൾ ശിക്ഷയാണെന്നാണ് മഹാനായ ഗസാലി ഇമാം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാതെ വിഷമം വരാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഗസാലി ഇമാമിനെ പോലത്തെ ആൾക്കാരല്ലാതെ വേറെ ആർക്കും പറയാൻ കഴിയില്ല. അവർക്ക് ഇത് പറയാൻ കഴിയുള്ളൂ. അവർ ശരിയായ രൂപത്തിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സഹീഹുൽ ബുഖാരി നെഞ്ഞത്ത് വെച്ചിട്ട് ശരിക്ക് ആ കഫംപൊട എടുത്തിട്ട് മുത്തി മണത്തിട്ട് ഖിബിലക്ക് മുന്നിട്ടുണ്ട് കിടന്ന് മരിച്ച ആളാണ് ഗസാലി ഇമാം. റെഡിയായിട്ട് മരിച്ച ആളാണ്. അത്രക്കും റെഡിയായിട്ടിരുന്ന് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച്, സുബഹി നിസ്കരിച്ച് എല്ലാം നിർവഹിച്ചിട്ട് അങ്ങോട്ട് മരണം അങ്ങോട്ട് വന്നപ്പോൾ കിടന്നു കൊടുത്തിട്ട് നല്ലപോലാണ് മരിച്ചാണ്. എന്തുകൊണ്ട്? ഇൽമു കിട്ടിപ്പോയി. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ കഴിഞ്ഞു. മനസ്സിലാക്കിയ പോലല്ലോ അതിനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കണ്ടേ. ആ സാഹചര്യങ്ങളൊക്കെ മഹാനുകൾ ഒരുക്കി. അതുകൊണ്ടാണ് മഹാനായ
ഇമാം ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിനക്ക് വരികയാണെങ്കിൽ, നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരികയാണെങ്കിൽ മഹാനായ ഗസാലി ഇമാമിനെ തവസ്സുല് ചെയ്തിട്ട് നീ ദ്വാരണം. ഗസാലി ഇമാമിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചോനെ വിഷമം നീ തട്ടി മാറ്റണേ, ഗസാലി ഇമാമിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരണേ എന്ന് ദ്വാരന്നാൽ അള്ളാഹ് സ്വീകരിക്കും. അത്രക്ക് വലിയ ആളാണ് ആര്? ഗസാലി ഇമാം എന്ന് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ മാർഗം പിന്തുടരാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മറ്റൊരു കാര്യം, മയ്യത്ത് നിസ്കാരത്തിനക്ക് 7 ഫർളുണ്ട്. സാധാരണ നിസ്കാരത്തിനക്ക് 14 ഫർളാണ്. മയ്യത്ത് നിസ്കാരത്തിനക്ക് 7 ഫർളാണ്. 1 നിയ്യത്ത്, 2 നിൽക്കാൻ കഴിയുന്നവർ നിൽക്കുക, 3-മത്തത് 4 തക്ബീർ ചൊല്ലുക, 4-മത്തത് 1-മത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക, 5-മത്തത് 2-മത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, 6-മത്തത് 3-മത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദ്വാരക്കുക, 7-മത്തത് സലാം വിട്ടു. ഇങ്ങനെ 7 ഫർളുകളാണ് മയ്യത്ത് നിസ്കാരത്തിനുള്ളത്. അതിൽ നിൽക്കുക എന്നുള്ളത് അത് നമുക്കൊക്കെ തീരേണ്ട കാര്യമാണ്. നിയ്യത്ത് ചെയ്യുമ്പോൾ ഈ മയ്യത്തിന്റെ മേലുള്ള ഫർളാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേലുള്ള നിസ്കാരം, ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ നിസ്കാരം എന്ന് അങ്ങനെ നിയ്യത്ത് ചെയ്യാവുന്നതാണ്. അവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് ആ പേര് പറയണം, മരിച്ച ആൾക്കാരുടെ പേര് പറയണം. പറഞ്ഞില്ലെങ്കിലും വിരോധമില്ലെങ്കിലും പറയലാണ് ഉത്തമം. അതുകൊണ്ടാണ് പഴയ കാലം മുതൽ തന്നെ നമ്മൾ ലിസ്റ്റ് വായിക്കാറുണ്ട്. ഇപ്പൊ പഴയ പള്ളികളിൽ 30 ആളെ പേര് നിസ്കരിക്കുക, 25 ആളെ പേര് നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അത് അനുവദനീയമാണെങ്കിലും കൂടി, അത് അനുവദനീയം തന്നെയാണ്, നമ്മളതിനെ എതിർക്കാനൊന്നും പോണ്ട. പക്ഷെ ഏറ്റവും നല്ലത് ആ പേര് പറയല്ലേ. പഴയ ഉസ്താദന്മാർക്ക് തീയായിട്ടൊന്നുമില്ലല്ലോ ഇപ്പം. ഇങ്ങനെ പേര് കോഴിക്കോട്ട് കുഞ്ഞാപ്പോ, മറ്റാൾ അബോക്കർ, ഇങ്ങനെ പറയുന്ന സ്വഭാവം പഴയ കാലം മുതൽ തന്നെ ഉള്ളതല്ലേ. അത് മസലപ്പോ ഉസ്താദന്മാരെ കാണായിട്ടൊന്നുമല്ല. അപ്പൊ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, 30 ആളെ മേലെ നിസ്കരിക്കുക എന്നാണ് പറയും. അതന്നെ ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു. ആ ലിസ്റ്റൊക്കെ വായിക്കുമ്പോൾ കുറെ നമുക്കും കുറെ ആൾക്കാരെ പേരൊക്കെ കേട്ട് നമ്മളും ചിലപ്പം കേൾക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ, അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ, അതൊക്കെ അറിയലുമായി, ഒരു പേടിയൊക്കെ വരലുമായി. അങ്ങനെ വായിക്കലാണ് വേണ്ടത്. ഉത്തമം അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വായിച്ചു കഴിഞ്ഞാൽ ആ വായിച്ചതല്ലാത്ത മയ്യത്തിനെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നിയ്യത്ത് ചെയ്യാം. ഇപ്പൊ ഒരു 10 മയ്യത്തിന്റെ പേര് ഇവിടെ വായിച്ചു, നമ്മളറിവ് 2 ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ആ 2 ആൾക്കാർക്ക് കൂടി നമുക്ക് നിയ്യത്ത് ചെയ്യാം. ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേലിലും അല്ലാത്ത മയ്യത്തിന്റെ പേരിലും മൗമൂം നിസ്കരിക്കാം, അതിന് വിരോധമില്ല. ഇനി ഇമാം നിസ്കരിക്കുന്ന മയ്യത്തിനെ ഒഴിവാക്കിയിട്ടും മൗമൂമിന് നിസ്കരിക്കാം. 2 വട്ടം നിസ്കരിക്കാതിരിക്കൽ സുന്നത്താണ്. മയ്യത്ത് നിസ്കാരത്തിനെ ആവർത്തിക്കാതിരിക്കൽ സുന്നത്താണ്. നേരെ മറിച്ച് ഫർള് നിസ്കാരം നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ജമാഅത്തായി നിസ്കരിച്ചാലും വീണ്ടും അത് ജമാഅത്തായി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. ഒരു വട്ടം അത് ജമാഅത്തായി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അത് ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ശരി, ജമാഅത്തായി നിസ്കരിച്ചാലും ശരി. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അത് വലിയ ജമാഅത്തായിരുന്നു, 2-മത്തെ ജമാഅത്ത് ചെറിയ ജമാഅത്തായിരുന്നു, എന്നാലും മടക്കി നിസ്കരിക്കാം. അതുകൊണ്ട് വിരോധമല്ല, എന്നാലും മടക്കി നിസ്കരിക്കാം. ഫർള് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരം അങ്ങനെ മടക്കി നിസ്കരിക്കാൻ പറ്റൂല. അവിടെ മയ്യത്ത് നിസ്കാരം മടക്കി നിസ്കരിക്കാതിരിക്കൽ സുന്നത്താണ്. നിസ്കരിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, നിസ്കരിക്കാതിരിക്കൽ സുന്നത്താണ്. അപ്പൊ അങ്ങനെ വരുമ്പോ മയ്യത്ത് നിസ്കരിച്ചിരിക്കണം. അപ്പൊ അവിടെ അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആ ലിസ്റ്റ് വായിക്കുന്നതിൽ ഒരാളെ വേണോ മയ്യത്ത് നിസ്കരിച്ചിരിക്കണം എങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ നിസ്കരിക്കുന്നു ചെയ്താൽ മതി. അത് ഞാൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർ അയാളെ മേലെ നിസ്കരിച്ചിരിക്കണമെന്ന് അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ നിസ്കരിക്കുന്നു. അല്ലെങ്കിൽ ഓനക്ക് പരിചയമുള്ള 1-2 ആൾക്കാരുണ്ട്, ആ 2 ആൾക്കാരെ ഉൾപ്പെടുത്താം, നീയത്തിൽ ഉൾപ്പെടുത്താം, അതിനും വിരോധമില്ല. അവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നാതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫാത്തിഹ അത് ഏത് തക്ബീറിന്റെ ശേഷം ആകാം. 1-മത്തെ തക്ബീറിന്റെ ശേഷം തന്നെ ആയിക്കോളന്നില്ല ഫാത്തിഹ. 1-മത്തെ തക്ബീറിന്റെ ശേഷം തന്നെ ആയിക്കോളന്നില്ല. 1-മത്തെ തക്ബീറിനോ തക്ബീറത്തുൽ ഇഹ്റാം അതിന്റെ ശേഷം തന്നെ ആയിക്കോളന്നില്ല. ഏത് തക്ബീറിന്റെ ശേഷവും ഫാത്തിഹ ഓതാം. പക്ഷെ സ്വലാത്ത് 2-മത്തെ തക്ബീറിന് ശേഷം തന്നെ ആയിരിക്കണം. മയ്യത്തിലുള്ള ദുആ അത് 3-മത്തെ തക്ബീറിന് ശേഷം തന്നെ ആയിരിക്കണം. അങ്ങനെ നിബന്ധനയുണ്ട്.
ഇനിയൊരു കാര്യം പറയാനുള്ളത്, അദാ ആയി നിസ്കരിക്കുമ്പോൾ സുന്നത്തില്ലാത്ത ചില കാര്യങ്ങൾ ഖളാ ആയി നിസ്കരിക്കുമ്പോൾ സുന്നത്തായി വരും. എങ്ങനെ? അദാ ആയി നിസ്കരിക്കുമ്പോൾ സുന്നത്തില്ലാത്ത ചില കാര്യങ്ങൾ ഖളാ ആയി നിസ്കരിക്കുമ്പോൾ സുന്നത്തായിട്ട് വരും. ഇപ്പൊ ളുഹർ, ആ ളുഹർ അദാ ആയി നിസ്കരിക്കുമ്പോൾ സുന്നത്തില്ലാത്തൊരു കാര്യമാണ് ഫാത്തിഹയും സൂറത്തും ഉറക്കം ഓതുക എന്നുള്ളത്. നമ്മൾ ളുഹർക്ക് ഫാത്തിഹയും സൂറത്തും ഉറക്കം ഓതലില്ലല്ലോ. അത് ഇമാമായിരുന്നാലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളായിരുന്നാലും ഫാത്തിഹയും സൂറത്തും ഉറക്കം ഓതല് സുന്നത്തില്ല. ളുഹർക്ക് ഒരാൾ ഉറക്കം ഓതിച്ചിട്ട് നിസ്കാരം പാത്തിലൊന്നും ആവൂല. ഉറക്കം ഓതല് സുന്നത്തില്ല. ഒരാൾ ഉറക്കാണ്ട് ഓതി നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം പാത്തിലൊന്നും ആവൂല. എന്നാൽ ആ ളുഹർ മഗ്‌രിബിന് ശേഷം ഖളാ കൂട്ടുകയാണെങ്കിൽ അവിടെ ഫാത്തിഹയും സൂറത്തും ഉറക്കം ഓതല് സുന്നത്താണ്. രാത്രി നിസ്കാരങ്ങൾ ഉറക്കം ഓതല് സുന്നത്താണ്. രാത്രി നിസ്കാരങ്ങൾ അതേ നിസ്കാരമായിരുന്നു. ഇപ്പൊ ളുഹർ അസർ ഇതാണ് നമ്മൾ പതുക്കെ പോകുന്ന നിസ്കാരം. പതുക്കെ പോകുന്ന നിസ്കാരം ളുഹറും അസറുമാണ്. സുബഹിയും മഗ്‌രിബും ഇശയും ഉറക്കം ഓതുന്ന നിസ്കാരം. അപ്പൊ ഈ ളുഹറും അസറും ഒരാള് മഗ്‌രിബിന് ശേഷം അഥവാ രാത്രിയിൽ ഖളാ കൂട്ടുകയാണെങ്കിൽ അവിടെ ഉറക്കം ഓതല് സുന്നത്താണ്. മഗ്‌രിബും ഇശയും സുബഹിയും പകല് ഖളാ കൂട്ടുകയാണെങ്കിൽ പതുക്കെ ഓതല് സുന്നത്താണ്. അപ്പൊ അതുകൊണ്ട് ഫുഖഹാക്കൾ ഇങ്ങനെ രസകരമായിട്ട് പറയും, അദാ ആയി നിസ്കരിക്കുമ്പോൾ സുന്നത്തില്ലാത്തത് ഖളാ ആയി നിസ്കരിക്കുമ്പോൾ സുന്നത്തായിട്ട് വരും. അദാ ആയി നിസ്കരിക്കുമ്പോൾ സുന്നത്തില്ല. ളുഹർ അദാ ആയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഉറക്കോതിൽ സുന്നത്തില്ല. അത് രാത്രി ഖളാ വിട്ടുകയാണെങ്കിലോ ഉറക്കോതിൽ സുന്നത്തുണ്ട്. അപ്പൊ അദായിൽ സുന്നത്തില്ലാതെ ചിലപ്പോൾ എവിടെ സുന്നത്തായിട്ട് വരും, ഖളായിൽ സുന്നത്തായിട്ട് വരും എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മുടെ മക്കളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ചായയും പലഹാരവും നൽകുന്ന നമ്മുടെ സഹോദരൻ അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ പിതാവിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തട്ടുമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുത്ത് റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. പല വിധേനയുള്ള രോഗങ്ങൾ പലർക്കുമുണ്ട്. അള്ളാഹു അതെല്ലാം ശിഫയാക്കി റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. പരീക്ഷകൾ നേരിടുന്ന നമ്മുടെ മക്കൾ, ബന്ധപ്പെട്ടവർ, അവർക്കെല്ലാവർക്കും അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ അധിനിവേശവും അതേപോലെ തന്നെ വംശഹത്യയൊക്കെ അവസാനിക്കുന്നു എന്ന് കേൾക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് യഥാർത്ഥമാക്കി ഫലസ്തീൻ ജനതക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.